ഇന്നത്തെ വീഡിയോ സാധാരണ ഒരു ഹൊറർ സ്റ്റോറി അല്ല. ഈ വീഡിയോ കാണുമ്പോൾ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് ഹെഡ്ഫോൺ വെച്ച് കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇന്നത്തെ സ്റ്റോറി കേട്ടാൽ ചില സീനുകൾ നിങ്ങൾക്ക് രാത്രിയിൽ പോലും മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും. ഇന്നത്തെ വീഡിയോ ഗ്രാനിയെ കുറിച്ചാണ്. ഈ പേര് കേൾക്കാത്തവരായി ഒരുപക്ഷെ ആരും ഉണ്ടാകില്ല. നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കേട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഹൊറർ ഗെയിംസ് ഇഷ്ടമുള്ളവർക്ക് ഗ്രാനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നും. പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഗ്രാനി ഗെയിമിന് പിന്നിൽ ഒരു റിയൽ ഹൊറർ ലെജൻഡ് ഉണ്ടെന്ന് പറയുന്നു. അതാണ് ഇന്നത്തെ സ്റ്റോറി. ഒരു വലിയ കാടിന് നടുവിൽ പുറത്തുള്ള ലോകത്തിൽ നിന്നും പൂർണ്ണമായും അകന്ന് ഒരു പഴയ വീട്. ആ വീട്ടിൽ താമസിക്കുന്നത് ഒരു വയസ്സായ സ്ത്രീ, ഗ്രാനി. പക്ഷെ അവളൊരു സാധാരണ സ്ത്രീ അല്ല. അവളുടെ വീട്ടിൽ ഒരിക്കൽ കയറിയവർക്ക് തിരികെ പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ആ വീടിനകത്ത് എല്ലാം ഒരു മായാജാലം പോലെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ഓടിയാലും എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഓരോ വഴിയും വീണ്ടും അതേ സ്ഥലത്തേക്കാണ് എത്തിക്കുന്നത്. അതിലും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? അറിയാതെ നിങ്ങൾ ഗ്രാനിയുടെ കണ്ണിൽ പെട്ടാൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് മരണത്തേക്കാൾ ഭീകരമായ ടോർച്ചറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗ്രാനിയുടെ ഫുൾ ഹൊറർ സ്റ്റോറി തുടക്കം മുതൽ അവസാനം വരെയും നമുക്ക് കാണാം. ധൈര്യമുള്ളവർ മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനത്തോളം കാണുക. ഗ്രാനി ജനിച്ചത് സൗത്ത് അമേരിക്കയിലെ പരാഗ്വ എന്ന സ്ഥലത്താണ്. പക്ഷേ ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്യാം. ഗ്രാനി ജനിച്ചപ്പോൾ മുതൽ ഭൂതമോ ദുഷ്ടശക്തിയോ ഒന്നും അല്ലായിരുന്നു. അവളും ഒരു സാധാരണ മനുഷ്യയെ പോലെ തന്നെയായിരുന്നു ജീവിച്ചത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോവുക, കൂട്ടുകാരികളുമായി കളിക്കുക, പിന്നീട് വളർന്നൊരു ജോലി നേടുക, ഇങ്ങനെ ഒരു സാധാരണ ജീവിതം തന്നെയായിരുന്നു ഗ്രാനിയുടേതും. ഗ്രാനിക്ക് ഏകദേശം ഒരു 20 വയസ്സായപ്പോൾ അവളൊരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ വെച്ച് അവളൊരു യുവാവിനെ പരിചയപ്പെട്ടു. അയാളും അതേ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ആദ്യം ഇരുവരും നല്ല സുഹൃത്തുക്കളായി. പിന്നെ പതിയെ പതിയെ അതൊരു പ്രണയമായി മാറി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും വിവാഹം ചെയ്തു. ഇപ്പൊ ഗ്രാനിയുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയാം. ഗ്രാനിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും നഗരത്തിൽ നിന്നും അകലെ ഒരു വലിയ കാടിന് നടുവിൽ ഒരു വലിയ വീട് പണിതിരുന്നു. ആ വീട് വളരെ വലുതും ഒറ്റപ്പെട്ടതുമായിരുന്നു. ചുറ്റും മുഴുവൻ കാടുകൾ മാത്രം. രാത്രി സമയത്ത് ആ വീടിനടുത്തേക്ക് പോലും ആരും വരാറില്ല. ഗ്രാനി ചെറുപ്പത്തിൽ ആ വീട്ടിലായിരുന്നു വളർന്നത്. പക്ഷെ ആ വീട്ടിൽ അവളുടെ ജീവിതം മാറ്റിമറിച്ചൊരു ഭീകര സംഭവം നടന്നു. ഒരു ദിവസം രാത്രി ചില ക്രിമിനൽസ് അവരുടെ വീടിനുള്ളിലേക്ക് കയറി വന്നു. അന്ന് ഗ്രാനി വളരെ ചെറിയ കുട്ടിയായിരുന്നു. ആ ക്രിമിനൽസ് ഗ്രാനിയുടെ അച്ഛനെ ആക്രമിച്ചു. കാരണം ഗ്രാനിയുടെ അച്ഛൻ ചില ഗ്യാങ്സ്റ്ററുമായി ബന്ധപ്പെട്ട അനധികൃത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അവൻ ഗ്യാങ്സ്റ്റർമാരോടൊപ്പം ജോലി ചെയ്യുകയും പിന്നീട് അവരുടെ പണം തന്നെ മോഷ്ടിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ഗ്യാങ്സ്റ്റർമാർ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് രാത്രി അവർ വീട്ടിലെത്തി. ഗ്രാനിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവളുടെ അച്ഛനെ ക്രൂരമായി കൊന്നു. ആ സംഭവത്തിലെ നിലവിളിയും രക്തവും ഭയവും ചെറിയ കുട്ടിയായിരുന്ന ഗ്രാനിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ആ ദിവസത്തിന് ശേഷം ഗ്രാനിക്ക് ആ വീടിനോട് കൂടുതൽ ഭയം തോന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് വർഷങ്ങളോളം അവൾ ആ വീട്ടിലേക്ക് തിരികെ പോകാത്തത്. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടു. ഗ്രാനിക്കിപ്പോൾ വിവാഹം കഴിഞ്ഞു. അതിനാൽ നഗരത്തിലെ ഈ തിരക്കിൽ നിന്നും അല്പം സമാധാനമായി ജീവിക്കാനായി അവളുടെ ഭർത്താവുമായി വീണ്ടും അതേ പഴയ കാട്ടിലെ വീട്ടിലേക്ക് താമസിക്കാനെത്തി. അവൾക്കറിയില്ലായിരുന്നു ആ വീടിനുള്ളിൽ ഇപ്പോഴും ഭീകരമായ എന്തോ ഒന്നുണ്ടെന്ന്. ഇവിടം വരെയും ഗ്രാനിയുടെ ജീവിതവും ആ വീടിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ ഇനിയാണ് യഥാർത്ഥ ഹൊറർ തുടങ്ങുന്നത്. ഒരു സാധാരണ സ്ത്രീയായിരുന്ന ഗ്രാനി എങ്ങനെ ഭീകരമായ ഗ്രാനിയായി മാറി? വിവാഹത്തിന് ശേഷം ഗ്രാനി അതേ കാട്ടിലെ വീട്ടിൽ ഭർത്താവിനോടൊപ്പം ഏകദേശം 30 വർഷത്തോളം ജീവിച്ചു. കാലം കടന്നുപോയി. അവർക്കൊരു മകളും പിറന്നു. അവളുടെ പേര് സെലറീന. ആദ്യകാലത്ത് അവരുടെ ജീവിതം വളരെ സന്തോഷപൂർണ്ണമായിരുന്നു. പക്ഷെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഗ്രാനി പതിയെ പ്രായം കൂടി ഒരു വൃദ്ധയായി മാറി. ഒരു ദിവസം രാവിലെ ഗ്രാനി വീടിന് പുറത്തുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു. പതിയെ ഓരോ ചെടിയിലും വെള്ളം ഒഴിച്ചു മുന്നോട്ട് നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി നിലത്ത് ചില രക്തക്കറകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം അവൾ അതത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ആ ബ്ലഡ് മാർക്സ് മുന്നോട്ടേക്ക് നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഭയത്തോടുകൂടി ഗ്രാനി അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ
പെട്ടെന്ന് അവളുടെ കണ്ണിൽപ്പെട്ടത് ഒരു ഭീകര കാഴ്ചയായിരുന്നു. ഗ്രാനിയുടെ ഭർത്താവിന്റെ തല ശരീരത്തിൽ നിന്നും വേർപെട്ട നിലയിൽ നിലത്ത് കിടക്കുകയായിരുന്നു. അത് കണ്ട നിമിഷം ഗ്രാനിയുടെ ഹൃദയം തകർന്നുപോയി. ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. മുഴുവനും ഇരുട്ടായി മാറി. അവൾ അവിടെ തന്നെ ബോധം കെട്ട് വീണു. ഗ്രാനിയുടെ ഏറ്റവും വലിയ വേദന എന്തെന്നറിയാമോ? വർഷങ്ങൾക്ക് മുൻപ് അതേ വീട്ടിൽ വെച്ചാണ് അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ അതേ വീട്ടിൽ വെച്ച് തന്നെ അവളുടെ ഭർത്താവും കൊല്ലപ്പെട്ടു. ഇക്കാര്യം ഗ്രാനിക്ക് മാനസികമായി ഒരിക്കലും സഹിക്കാനായില്ല. അവളുടെ മനസ്സ് പൂർണ്ണമായും തകർന്നുപോയി. ഇപ്പോ സെലറീനെ കുറിച്ച് പറയാം. ഗ്രാനിയുടെ മകളായ സെലറീനയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു. പക്ഷേ സെലറീന സാധാരണ ഒരു സ്ത്രീ അല്ല. അവൾ ബ്ലാക്ക് മാജിക് എന്ന കാര്യത്തിൽ ഒരുപാട് വിശ്വസിച്ചു. മനുഷ്യർക്ക് അതിലൂടെ അത്ഭുതകരമായ ശക്തികൾ ലഭിക്കുമെന്നും മരിച്ചവരെ വരെ നിയന്ത്രിക്കാമെന്നും അങ്ങനെ പല ഭീകര കാര്യങ്ങളിലും അവൾ വിശ്വസിച്ചു. ഒരു ദിവസം സെലറീന ഒരു രഹസ്യ ബ്ലാക്ക് മാജിക് സ്ഥലത്തു നിന്നും ഒരു പഴയ പുസ്തകം കണ്ടെത്തി. ആ പുസ്തകത്തിൽ ഭീകരമായ ചില റിച്വൽസ് എഴുതിയിരുന്നു. അതിൽ പറയുന്നത് എന്തെന്നാൽ ബ്ലാക്ക് മാജിക് ശക്തികൾ നേടണമെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ബലിയർപ്പിക്കണം എന്നായിരുന്നു. പക്ഷേ സെലറീനയ്ക്ക് സ്വന്തം അമ്മയോടോ സ്വന്തം മകളോടോ യാതൊരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം, എനിക്ക് ആ ശക്തികൾ വേണം. അവസാനം ഒരു ദിവസം സെലറീന തൻ്റെ ചെറിയ മകളെ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന റിച്വൽസ് ചെയ്യാൻ തുടങ്ങി. ഒന്നൊന്നായി ആ ഭീകര ചടങ്ങുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കെ അവസാനം സെലറീന സ്വന്തം മകളെ തന്നെ കൊന്നു. അതേസമയം മുകളിലുണ്ടായിരുന്ന ഗ്രാനി, സെലറീന നീ എവിടെ പോയി? ഇത്ര സമയമായിട്ടും ഇവൾ എന്താണ് വിളിച്ചിട്ടും ഒരു മറുപടിയും തരാത്തത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് ഗ്രാനി ബേസ്മെന്റിലേക്ക് എത്തി. പക്ഷേ അവിടെ അവൾ കണ്ട കാഴ്ച ഒരമ്മയ്ക്കും സഹിക്കാനാകാത്തതായിരുന്നു. സെലറീന രക്തം നിറഞ്ഞ നിലത്ത് നിൽക്കുകയാണ്. അവളുടെ മുന്നിൽ സ്വന്തം മകളുടെ മൃതദേഹം കിടക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ട നിമിഷം ഗ്രാനിയുടെ മനസ്സ് പൂർണ്ണമായും തകർന്നുപോയി. അങ്ങനെ സ്വന്തം കൊച്ചുമകളുടെ മൃതദേഹം മുന്നിൽ കിടക്കുന്നത് കണ്ട ഗ്രാനി പൂർണ്ണമായും തകർന്നുപോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്നോ എന്താണ് നടക്കുന്നതെന്നോ ഒന്നും മനസ്സിലായില്ല. അതേസമയം സെലറീനയ്ക്ക് പെട്ടെന്ന് തോന്നി തൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ. അവൾ പതിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ മുന്നിൽ നിന്നത് ഗ്രാനിയായിരുന്നു. ഒരു നിമിഷം പോലും വൈകിക്കാതെ സെലറീന ഓടി വന്ന് ഗ്രാനിയുടെ കഴുത്തിൽ പിടിച്ചു. ശേഷം അവളെ വലിച്ചിഴച്ച് ആ വീട്ടിലെ ഒരു പഴയ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി അകത്ത് തള്ളിയിട്ട് പുറത്തു നിന്നും ലോക്ക് ചെയ്തു. ഇപ്പോൾ ആ വലിയ വീട്ടിലുള്ളത് രണ്ട് പേർ മാത്രം, ഗ്രാനിയും സെലറീനയും. സെലറീനയുടെ ഭർത്താവ് ഇതിനകം തന്നെ അവളെ ഡിവോഴ്സ് ചെയ്തിരുന്നു. കാരണം ഇങ്ങനെ ക്രൂരമായ ചിന്തകളും ഭീകരമായ പ്രവൃത്തികളും ചെയ്യുന്ന ഒരാളോടൊപ്പം ആരാണ് ജീവിക്കാൻ പോകുന്നത്? അങ്ങനെ ദിവസങ്ങളോളം ഗ്രാനി ആ ഇരുണ്ട റൂമിൽ കുടുങ്ങിക്കിടന്നു. ജീവനും മരണവും തമ്മിലുള്ള അവസ്ഥ. ഭക്ഷണമില്ല, വെളിച്ചമില്ല, ചുറ്റും ഭയപ്പെടുത്തുന്ന നിശബ്ദത മാത്രം. പക്ഷെ ഒരു രാത്രി ഗ്രാനിയുടെ ജീവിതം മുഴുവനും മാറ്റിമറിച്ചൊരു സംഭവം നടന്നു. അർദ്ധരാത്രിയിൽ മരിച്ചുപോയ തൻ്റെ കൊച്ചുമകളുടെ ആത്മാവ് ഗ്രാനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ ആത്മാവ് ഗ്രാനിക്ക് ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു രഹസ്യ വഴി കാണിച്ചു കൊടുത്തു. അതുമാത്രമല്ല, തൻ്റെ കൊച്ചുമകൾ ചില മായാജാല ശക്തികളും ഗ്രാനിക്ക് നൽകിയെന്നാണ് കഥ. ആ ദിവസത്തിന് ശേഷം ഗ്രാനി പൂർണ്ണമായും മാറിപ്പോയി. മുൻപുണ്ടായിരുന്ന ആ സാധാരണ വയസ്സായ സ്ത്രീ ഇനിയില്ല. അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു ചിന്ത മാത്രം, സെലറീനെ കണ്ടെത്തണം, അവളെ കൊല്ലണം. പക്ഷെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം എന്തെന്നറിയാമോ? ഗ്രാനിയുടെ ഭർത്താവ് മരിച്ച അന്നത്തെ ദിവസം ആ വീടിനുള്ളിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാനിയുടെ ഭർത്താവിനെ ആരാണ് കൊന്നത് അതിന്നു വരെയും ഒരു രഹസ്യമായി തുടരുന്നു. ചിലർ പറയുന്നത് സെലറീന ഇതിനകം തന്നെ ബ്ലാക്ക് മാജിക് റിച്വൽസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആ ശക്തികൾ നേടാനായി ആദ്യ ബലിയായി സ്വന്തം അച്ഛനെ തന്നെയാണ് അവൾ കൊന്നത് എന്ന് ചിലർ വിശ്വസിക്കുന്നു. കാരണം ആ മരണത്തിന് ശേഷം തന്നെയാണ് സെലറീനയുടെ പെരുമാറ്റം കൂടുതൽ ക്രൂരമായത്. പക്ഷേ മറ്റൊരു തിയറി പറയുന്നത് ആ വീട്ടിൽ വർഷങ്ങളായി ഒരു ദുഷ്ടാത്മാവ് ഉണ്ടായിരുന്നു. ഗ്രാനിയുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് മുതൽ ആ വീട് ഒരു ശപിക്കപ്പെട്ട സ്ഥലമായി മാറിയെന്നാണ്. അതുതന്നെയാണ് പിന്നീട് ഗ്രാനിയുടെ ഭർത്താവിനെയും കൊന്നുവെന്നാണ് ചിലരുടെ അഭിപ്രായം. പക്ഷേ യഥാർത്ഥ സത്യം ഇന്നും ആർക്കും അറിയില്ല. ഇതാണ് ഗ്രാനി സ്റ്റോറിയെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അവസാനം ഈ മായാജാല ശക്തികൾ ലഭിച്ച ശേഷം ഗ്രാനി തൻ്റെ മരിച്ച ഭർത്താവിനെ പോലും ഒരു സോംബിയെ പോലെയാക്കി തിരികെ കൊണ്ടുവന്നുവെന്നാണ് കഥകൾ പറയുന്നതും ചിലർ വിശ്വസിക്കുന്നതും. പക്ഷേ സെലറീന പിന്നീട് എവിടെ പോയി എന്ന് ഇന്നും ആർക്കും അറിയില്ല. ചിലർ പറയുന്നത് ബ്ലാക്ക് മാജിക് ശക്തികൾക്കായി കൂടുതൽ അപകടകരമായ റിച്വൽസ് ചെയ്യുന്നതിനിടെ
ഒടുവിൽ സെലറീന തന്നെ മരണപ്പെട്ടുവെന്നാണ്. പക്ഷേ ഈ സത്യമൊന്നും ഗ്രാനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗ്രാനി ഇന്നും അതേ കാട്ടിലെ വീട്ടിൽ സെലറീനയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലേക്ക് ആരെങ്കിലും കയറിയാൽ 5 ദിവസങ്ങൾക്ക് ശേഷം പോലും അവർ പുറത്തേക്ക് തിരികെ വന്നില്ലെങ്കിൽ അതർത്ഥമാക്കുന്നത് അവർ ഗ്രാനിയുടെ ടോർച്ചറിനിടയിൽ മരണപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ വർഷങ്ങളായി ഗ്രാനി അനേകം ആളുകളെ കൊന്നുവെന്നാണ് കഥ പറയുന്നത്. 1990കളിൽ ഈ സംഭവത്തെക്കുറിച്ച് പല ഭീകര കഥകളും പുറത്തു വന്നു. പിന്നീട് ചില ഗെയിംസ് പ്രൊഡ്യൂസേഴ്സ് ഈ സ്റ്റോറി കേട്ട ശേഷം അതിനെ അടിസ്ഥാനമാക്കി ഒരു ഹൊറർ ഗെയിം ക്രിയേറ്റ് ചെയ്തു. ആ ഗെയിമിൻ്റെ പേരാണ് ഗ്രാനി. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഹൊറർ സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.